കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യചരിത്രത്തെ കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്നത് ഏദൻ തോട്ടത്തിൽ അവനെ ദൈവമാക്കി വെച്ചു. അവൻ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും അവിടെ നൽകി. ആ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം അവന് തിന്നാം, ഇഷ്ടം പോലെ തിന്നാം എന്നവരോട് പറഞ്ഞു. എന്നാൽ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം അതിന്റെ ഫലം തിന്നരുത് എന്നും വിലക്കി. എന്നാൽ മനുഷ്യൻ സാത്താന്റെ പ്രേരണയാലും ഒരുപക്ഷെ സ്വന്തം ഇഷ്ടത്താലും താൻ ചെയ്തത് എന്താണ്? ദൈവം വിലക്കിയതായിരിക്കുന്ന പഴം പറിച്ചു തിന്ന് ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി മനുഷ്യൻ പാപിയായി തീർന്നു. ദൈവം അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുൻപ് ദൈവം കരുണയുടെ വലിയ ഒരു പ്രവൃത്തി ചെയ്തു. ദൈവത്തിന്റെ ശബ്ദം തന്നെ കേട്ട മാത്രയിൽ ഓടി ഒളിച്ച ആ മനുഷ്യനെ ദൈവം പേർ വിളിച്ചവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് അവന്റെ വ്യർത്ഥമായിരിക്കുന്ന പ്രവൃത്തി കൊണ്ട് നഗ്നത മറയ്ക്കുവാൻ ശ്രമിച്ച മനുഷ്യനെ ആ വ്യർത്ഥമായ പ്രവൃത്തിയുടെ ശൂന്യത മനസ്സിലാക്കുകയും ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോൽ കൊണ്ടവനെ ഉടുപ്പിക്കുകയും ചെയ്തു. ബൈബിളിലെ ആദ്യത്തെ യാഗമാണത്. തോലെടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ല. പാപത്തിന്റെ ശമ്പളം മരണമാകിയാൽ രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. അതുകൊണ്ട് ആദഭൂമാർക്ക് വേണ്ടി ഒരു മൃഗം കൊല്ലപ്പെടേണ്ടതുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരാട്ടിൻകുട്ടിയെ കൊന്ന് ദൈവം അവരുടെ നഗ്നതയെ മറയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വീണുപോയതായിരിക്കുന്ന മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവന്റെ ജീവിതത്തിന്റെ പതനത്തെക്കുറിച്ച് നാം ബൈബിൾ വായിക്കുന്നു. ഒടുവിൽ അത് പറയുന്നത് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു. പാപത്തിന്റെ ശിക്ഷ നിത്യനരകമാണ്. ഇതിനവൻ അവകാശിയായി തീർന്നു. ആ അവസ്ഥയിൽ പാപത്താൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കണമെന്നുള്ളത് ദൈവത്തിന്റെ അതിയായിരിക്കുന്ന ആഗ്രഹമാണ്. ദൈവം സ്നേഹവാനായതുകൊണ്ട് തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ നിത്യകാല നരകത്തിൽ തള്ളിക്കളയുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. എന്നാൽ ദൈവം നീതിമാനായതുകൊണ്ട് തന്റെ കൽപ്പനയെ ലംഘിക്കുകയും തന്നോട് മത്സരിക്കുകയും ചെയ്തതായിരിക്കുന്ന മനുഷ്യനോട് സാരമില്ല, കയറിപ്പോരെന്ന് പറയുവാനും ദൈവത്തിന് സാധിക്കുകയില്ല. ഒരേ സമയത്ത് തന്റെ നീതിയും ഒരേ സമയത്ത് തന്നെ തന്റെ കൃപയും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനുള്ളതായിരിക്കുന്ന ഏക വഴി എന്ന് പറഞ്ഞാൽ പാപത്തെ ശിക്ഷിക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യൻ ചെയ്ത പാപത്തിന് ശിക്ഷയായി നിത്യ മരണം അവൻ അനുഭവിക്കേണ്ടിയിരുന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരികയും മനുഷ്യത്വം ഏറ്റെടുത്തതായിരിക്കുന്ന കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി കാൽവരിലെ ക്രൂശിൽ മരിക്കുകയും ചെയ്തു. അങ്ങനെ പാപത്തിന്റെ ശമ്പളമായ മരണം ദൈവം മനുഷ്യന് പകരം ഏറ്റെടുക്കുക വഴി ദൈവത്തിന്റെ നീതി നിവർത്തിച്ചു. അതേസമയം തന്നെ ദൈവത്തിന്റെ സ്നേഹവും കാട്ടി. മനുഷ്യനോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് കർത്താവ് അങ്ങനെ മരിച്ചത്. അവന്റെ മരണത്താൽ സകല മനുഷ്യർക്കും രക്ഷാകരമായിരിക്കുന്ന ദൈവകൃപ അവനെ ഉദിപ്പിക്കുകയും ആ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ അവർക്ക് വീണ്ടെടുപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് വിലയേറിയ സത്യം. നാം കഴിഞ്ഞ ആഴ്ച ഈ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്ന് വീണ്ടെടുപ്പിനെ കുറിച്ച് കുറച്ചുകൂടെ ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് ബലിയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും നിത്യമായിരിക്കുന്ന ജീവൻ ദൈവം ദാനമായി നൽകുന്നവനാണ്. ദൈവത്തിന്റെ കരുണയുടെ പരിപാടിയാണ്. മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ദൈവം ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ ആശ്രയിക്കുന്ന ഏതൊരുവനും അവന്റെ യാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ദൈവം നൽകുകയാണ് ചെയ്യുന്നത്. പാപത്തിന്റെ മൂലകാരണമായ വിശ്വാസവും അനുസരണക്കേടും രണ്ട് വിധത്തിൽ പരിഹരിക്കുവാനായിട്ട് ദൈവം അതിനുള്ള ക്രമീകരണം ചെയ്തു. ഒന്ന്, പകരക്കാരനായ യേശുക്രിസ്തുവിന്റെ വിശ്വാസവും അനുസരണവും. അതാണ് ഒന്നാമത് ചെയ്തത്. മനുഷ്യവർഗത്തിന്റെ പകരക്കാരനായി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസവും അനുസരണവും നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തു. കാരണം ഇത് രണ്ടും കൂടാതെ വീണ്ടെടുക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. രണ്ടാമത്, വീണ്ടെടുക്കപ്പെടുന്ന പാപിയുടെ വിശ്വാസവും അനുസരണവും വീണ്ടെടുപ്പ് അന്വർത്ഥമായി തീരുന്നു. അങ്ങനെ രക്ഷകനായിരിക്കുന്ന കർത്താവ് തന്റെ വിശ്വാസത്താലും തന്റെ വീണ്ടെടുപ്പ് വേലയാലും മനുഷ്യവർഗത്തെ രക്ഷിച്ചപ്പോ വാസ്തവത്തിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അവൻ വിശ്വസിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീണ്ടെടുക്കപ്പെടുന്ന ഒരു പാപിയെ സംബന്ധിച്ച്
അവന്റെ വിശ്വാസം, കർത്താവിലുള്ള അവന്റെ വിശ്വാസം, ദൈവം അത് മാനിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു അവന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവന്റെ പകരക്കാരനായി മരിച്ചു എന്നുള്ള അവന്റെ വിശ്വാസത്തെ ദൈവം മാനിക്കുകയും അതുപോലെ അവന്റെ അനുസരണം, കർത്താവ് പറഞ്ഞതുപോലെ വിശ്വസിച്ചേറ്റ് പറയുന്ന അവന്റെ അനുസരണത്തെ, വീണ്ടെടുപ്പിന്റെ യാഥാർത്ഥ്യം അത് അന്വർത്ഥമാക്കി തീർക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നന്മകൾ എൻ്റെ പേരിലും അതുപോലെ തന്നെ എൻ്റെ കുറവുകൾ യേശു ക്രിസ്തുവിന്റെ പേരിലും കണക്കിടുകയാണ്. അങ്ങനെയാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത്. യേശു ക്രിസ്തുവിന് ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആവശ്യമായ എല്ലാ നന്മയും ഉണ്ട്. പാപരഹിതനായിരിക്കുന്ന യേശു ക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ചു. മനുഷ്യവർഗത്തിന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് കാലുകളിലെ ക്രൂശിൽ മരിച്ചു. ആ കർത്താവിന്റെ നന്മ എൻ്റെ പേരിലേക്ക്, പാപിയുടെ പേരിലേക്ക് കണക്കിടുമ്പോ അതേസമയം പാപിയുടെ തിന്മകളെല്ലാം കർത്താവിന്റെ പേരിൽ കണക്കിടുകയാണ്. നമ്മുടെ പാപങ്ങളെ അവൻ ഏറ്റെടുക്കുകയാണ്. നാം ചെയ്തതായിരിക്കുന്ന അകൃത്യങ്ങളെ അവൻ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു ടു വേ പ്രോസസ്സാണ്. കർത്താവിന്റെ നന്മകൾ നമ്മുടെ പേരിലും നമ്മുടെ തിന്മകൾ കർത്താവിന്റെ പേരിലും കണക്കിട്ടുകൊണ്ട് ദൈവം ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ചെയ്ത് ദൈവം നമ്മുടെ വീണ്ടെടുപ്പ് സാധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നന്മകൾ എൻ്റെ പേരിൽ കണക്കിട്ടു എന്നുള്ളതാണ് ഞാൻ വാസ്തവത്തില് എൻ്റെ വീണ്ടെടുപ്പിന് ആധാരമായിരിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം. എന്നാൽ എൻ്റെ തിന്മകൾ അത് യേശു ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ടാണ് കാലുകളിലെ ക്രൂശിൽ എനിക്ക് പകരക്കാരനായിട്ട് മരിച്ചത്. അപ്പൊ എൻ്റെ കടം മുഴുവനും കർത്താവിന്റെ പേരിലും കർത്താവിന്റെ ധനം മുഴുവനും എൻ്റെ പേരിലും കണക്കിടപ്പെടുകയും അതിന്റെ ഫലമായിട്ട് എൻ്റെ കടങ്ങളെല്ലാം വീട്ടി കർത്താവിന്റെ ധനം എൻ്റെ വകയായി തീരുകയും ചെയ്യുന്നു. എത്ര മഹത്വകരമായിരിക്കുന്ന ഒരു വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത്. ഇമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ കണക്കിടുക എന്ന് വിശുദ്ധ ബൈബിളില് ഉപയോഗിച്ചിരിക്കുന്ന വലിയ ഒരു പ്രയോഗമാണ്. അത് കണക്കിന്റെ ഒരു പ്രയോഗമാണ്, അക്കൗണ്ടൻസിന്റെ ഒരു പ്രയോഗമാണ്. അതായത് ഒരാള് എൻ്റെ പേരില് കൊണ്ടുവന്ന് എൻ്റെ പേരെഴുതി വൗച്ചറ് വെച്ച് അത് ഡെപ്പോസിറ്റ് അവിടെ കുറച്ച് കാശ് കൊടുത്താൽ അത് ആരുടെ പേരിലാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞ ആളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എൻ്റെ പേരിലായിരിക്കും. കൊണ്ടുവന്നതായിരിക്കുന്ന ആളിന്റെ അക്കൗണ്ടിൽ നിന്നും അത്രയും തുക നഷ്ടപ്പെടുകയും എൻ്റെ അക്കൗണ്ടിലേക്ക് അത്രയും തുക ചേർക്കപ്പെടുകയും ചെയ്യും. അതാണ് ഇവിടെയും ദൈവം ചെയ്തത്. ദൈവത്തിന്റെ നന്മ എൻ്റെ പേരിലേക്ക് ചേർക്കുകയും എൻ്റെ തിന്മകൾ ദൈവത്തിന്റെ പേരിലേക്ക് ഇടുകയും ചെയ്തു. ഇത് ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആണ്. കർത്താവ് അനീതിയൊന്നും ചെയ്യാതെ, കർത്താവ് ഒരു പാപിയാകാതെ പാപം ഏറ്റെടുത്തുകൊണ്ട് കുരിന്ത്യലേഖനത്തിൽ പറയുന്ന പോലെ നമുക്ക് വേണ്ടി അവൻ പാപമാക്കി. പാപിയാക്കപ്പെട്ടില്ല. പാപിയാക്കപ്പെട്ടാൽ കർത്താവ് നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ എന്നെ ദൈവം നീതിമാനായി പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ കോടതിയിൽ ഞാൻ നീതിമാനാണ്. എനിക്കിനി ന്യായവിധിയില്ല. എന്നാൽ എൻ്റെ പാപസ്വഭാവവും മാലിന്യവും എന്നിൽ തന്നെ ഇന്നും ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചെങ്കിലും ഞാൻ പാപസ്വഭാവമുള്ള നീതിമാനാണ്. ഞാൻ നീതിമാനായത് ഞാൻ നീതി ചെയ്തിട്ടില്ല. ഞാൻ നീതിമാനായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതി എൻ്റെ പേരിൽ കണക്കിട്ടത് കൊണ്ടാണ്. അപ്പോ അതുകൊണ്ട് എൻ്റെ പാപ സ്വഭാവമൊന്നും മാറിപ്പോകുന്നില്ല. അതെല്ലാം അവിടെ തന്നെയുണ്ട്. പൗലോസ് റോമാലേഖനത്തിൽ പ്രകടിപ്പിച്ച ഒരു സമസ്യ ഇതാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ വലിയൊരു സംഘർഷമുണ്ട്. അറിയുന്നതായിരിക്കുന്ന നന്മയല്ല, അറിയാത്തതായിരിക്കുന്ന തിന്മയാണ് പലപ്പോഴും ചെയ്തു പോകുന്നത്. വ്യക്തി ജീവിതത്തിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളും ലംഘനങ്ങളും കർത്താവിന്റെ ജീവിത വിശുദ്ധി അല്ലെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് കൊണ്ട് അതെല്ലാം പരിഹരിക്കപ്പെടുന്നില്ല. അതിന്റെ കുറ്റം എന്നിൽ നിന്ന് മാറുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എന്റെ സ്വഭാവം ഇപ്പോഴും പാപത്തിന് വിധേയപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട ശേഷം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം? അത് വലിയൊരു സമസ്യയാണ്, നമുക്കറിയാം. രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന വിശ്വാസികൾ വീണ്ടും പാപം ചെയ്യുന്നു. ഇതിന് പരിഹാരമായിട്ട് കർത്താവ് നിരവധി വഴികൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ്. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയിൽ ചെയ്തു കൂട്ടുന്നതായിരിക്കും തെറ്റുകളും അവശേഷിക്കുന്നതായിരിക്കുന്ന പ്രശ്നത്തിനും പരിഹാരമായിട്ട് കർത്താവ് പല പോംവഴികൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ അനുവദിച്ചാൽ പാപത്തിന്റെ മേൽ നമുക്ക് ശക്തി ലഭിക്കുന്നു. അതെ, 119-ാം സങ്കീർത്തനത്തിലും മറ്റ് സങ്കീർത്തനങ്ങളിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ബാലൻ തന്റെ വഴികളെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനപ്രകാരം ഇതിനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ നാം അനുവദിച്ചാൽ പാപത്തിന് നമ്മുടെ ഹൃദയത്തില് ഉള്ള ശക്തി
അത് ക്രമേണ ക്രമേണ കുറഞ്ഞ് പാപം ചെയ്യുവാനുള്ള നമ്മുടെ പ്രേരണയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് മോചനം ലഭിക്കുന്നു. എന്നാൽ പല ആളുകളും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവരെ വചനം പോലും വായിക്കാത്തവരുണ്ട്. വല്ലപ്പോഴും ഒരു വാക്യം വല്ലതും വായിച്ചെങ്കിലെയായി. അങ്ങനെയുള്ള വിശ്വാസികളാണ് പാപത്തിൽ വീണ്ടും വീണ്ടും വീണു പോകുന്നത്. കാരണം പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ളതായിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണം അവരെ പ്രായോഗികമാക്കുന്നില്ല. അങ്ങനെ പ്രായോഗികമാക്കാത്തത് കൊണ്ട് എന്താണ്? പാപത്തിന്റെ ശക്തി അവരുടെ മേൽ അധിവസിക്കുകയാണ് ചെയ്യുന്നത്. അവരാഗ്രഹിക്കാത്ത തെറ്റവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഗ്രഹിക്കുന്ന നന്മകള് ചെയ്യുവാൻ കഴിവില്ലാത്തവരായിട്ട് തീരുന്നു. അങ്ങനെയുള്ള മനുഷ്യന്റെ കരച്ചിലാണ് പൗലോസ് അപ്പോസ്തലൻ കരഞ്ഞതായിരിക്കുന്ന കരച്ചിൽ എന്ന് പറയുന്നത്. രണ്ടാമത് കർത്താവ് ചെയ്തിട്ടുള്ള ഒരു ക്രമീകരണം എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്താൽ ലഭിക്കുന്ന ശുദ്ധീകരണമാണ്. 1 യോഹന്നാൻ 1:7 പറയുന്ന അവന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനാണ്, അവന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം നമുക്ക് ലഭിക്കുന്നതാണ്. കർത്താവ് രക്തം ചൊരിഞ്ഞത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ആ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തു പോകുന്ന പാപങ്ങളല്ല, ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്കും പരിഹാരമായിട്ടാണ് ആ രക്തം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി അവന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ഉള്ള ശുദ്ധീകരണം അവനെ ക്രമമായിട്ട് അവകാശപ്പെട്ടാൽ, അവൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവേ എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ളതായിരിക്കുന്ന ക്ഷമ ദൈവം നൽകുന്നതാണ്. മൂന്നാമത് വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-2 അധ്യായ വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പാപം ചെയ്തിരിപ്പാനാണ് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ഒരുവൻ പാപം ചെയ്തു എങ്കിലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ എന്ന മധ്യസ്ഥൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല ലോകത്തിന്റെയും പാപത്തിന് വേണ്ടിയുള്ള പരിഹാരകൻ തന്നെയാണ്. നമുക്കൊരു മധ്യസ്ഥനുണ്ട് ദൈവത്തിന്റെ കോടതിയിൽ, സ്റ്റാൻഡിങ് അറ്റോർണി എന്ന് നമുക്ക് പറയാം. കേരള സ്റ്റേറ്റിന് വേണ്ടി സുപ്രീം കോടതിയിൽ സ്റ്റാൻഡിങ് അറ്റോർണിമാരുണ്ട്. നമ്മുടെ കേസുകളെല്ലാം അവരാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ നീതിമാനായ ദൈവത്തിന്റെ നീതിന്യായ കോടതിയിൽ ദൈവം ഒരു അഡ്വക്കേറ്റിനെ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു നമ്മുടെ കേസ് ഏറ്റെടുത്ത് നടത്തുന്ന ആ യേശു ക്രിസ്തുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യും. നാം പറയാതിരുന്നാൽ തന്നെയും കർത്താവ് ചെയ്യുന്നവനാണെങ്കിലും നമുക്ക് കർത്താവിന്റെ അടുക്കൽ ചെന്ന കാര്യങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. കൃപാസനം എന്ന് പറഞ്ഞതായിരിക്കും ഒരു സ്ഥലം തുറന്നിട്ടിരിക്കുകയാണ്. തക്ക സമയത്ത് കൃപ പ്രാപിപ്പാനാണ് നാം അവിടെ ചെല്ലുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന കൃപയെന്ന് പറയുന്നത് ചെയ്തു പോയതായിരിക്കുന്ന പാപങ്ങൾക്കുള്ളതായിരിക്കുന്ന വിജയമാണ്. രക്ഷിക്കപ്പെട്ട ശേഷം തന്നെ ചെയ്തു പോകുന്നതായിരിക്കുന്ന പാപങ്ങൾ, അതിനുള്ളതായിരിക്കുന്ന മോചനം, അതിന് കർത്താവിന്റെ അടുക്കലേക്ക് തന്നെ ചെല്ലണം. കാരണം പാപമോചകനായിട്ട് ഒരാളെ ലോകത്തിലുള്ളൂ, വേറെ ആരുമില്ല. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പാപങ്ങളായാലും രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്ത പാപങ്ങളായാലും അതിനുള്ളതായിരിക്കുന്ന മോചനം പ്രാപിക്കുവാൻ കർത്താവിന്റെ അടുക്കൽ തന്നെ നാം ചെല്ലേണ്ടത് ആവശ്യമാണ്. അവിടെ ചെന്നാൽ കർത്താവിന്റെ മധ്യസ്ഥത നമുക്ക് പ്രശ്നം പരിഹരിക്കും. പിതാവിനോട് പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അത് നിരസിക്കുവാനായിട്ട് പിതാവിന് കഴിയുന്നതല്ല. കാരണം പുത്രൻ തമ്പുരാൻ നാം ചെയ്തു കൂട്ടിയതായിരിക്കുന്ന പാപത്തിന് വേണ്ടി രക്തം ചിന്തിയവനാണ്. ആരോ തമാശയായിട്ടല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. ദൈവത്തിന്റെ ക്രോധം ഭാവിക്കുന്നേരെ അവൻ ചെയ്ത പാപത്തിന് വേണ്ടി ജ്വലിക്കുന്ന സമയത്ത് കർത്താവ് തന്റെ കരമുയർത്തി അതേ പിതാവിനെ കാണിക്കും. പിതാവേ, ആ പാപത്തിന് വേണ്ടി കൂടെയാണ് ഈ ആണിപ്പഴുതുകൾ ഞാൻ ഏറ്റത്, ആ പാപത്തിന് വേണ്ടി കൂടെയാണ് രക്തം ഞാൻ ചൊരിഞ്ഞത്. പിതാവിന്റെ നീതിയെ കർത്താവ് കാൽവറിയിൽ തൃപ്തിപ്പെടുത്തിയത് കൊണ്ട് കർത്താവിന്റെ മധ്യസ്ഥത നിരസിക്കുവാനായിട്ട് കഴിയുന്നതല്ല. പക്ഷേ ദൈവത്തിന്റെ ജനം ഈ മധ്യസ്ഥതയെക്കുറിച്ച് ബോധമുള്ളവരൊന്നുമല്ല. അവര് വിചാരിക്കുന്നത് അവരെ ചൊല്ലുന്നതായിരിക്കുന്ന ഏതോ ഒരു മാന്ത്രിക പ്രാർത്ഥന കൊണ്ടാണ് അവരെ പാപം പരിഹരിച്ചു കിട്ടുന്നത്. അങ്ങനെയല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തവും കർത്താവിന്റെ മധ്യസ്ഥതയുമാണ് നമ്മുടെ പാപപരിഹാരത്തിലുള്ളതായിരിക്കുന്ന മാർഗം. നാലാമത് നാം വായിക്കുന്നത് ദൈവജനത്തിന്റെ സംസർഗമാണ്. ദൈവജനത്തിന്റെ സംസർഗം എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒരു നല്ല വാക്യമാണ്. അവിടെ പറയുന്നത് നാം തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുക എന്നാണ്. പാപത്തിന്റെ ദുഷ്ടഹൃദയം ആർക്കെങ്കിലും ഉണ്ടായി ജീവനുള്ള ദൈവത്തെ നാം ത്യജിക്കുക വരെ ചെയ്യുവാൻ കാരണമായി തീരുന്നു. എന്നാൽ അത് സംഭവിക്കാതിരിക്കുവാനായിട്ട് ഇന്ന് എന്ന് പറയുന്ന ഓരോ ദിവസവും ദൈവജനത്തിന്റെ സംസർഗവും കൂട്ടായ്മയും പ്രോത്സാഹനവും നമുക്ക് വേണം. അനേക ആളുകൾ രക്ഷിക്കപ്പെട്ടവര് അവർ മീറ്റിങ്ങുകൾക്ക് പോകില്ല, സഭായോഗത്തിന് പോകില്ല, പ്രാർത്ഥനാ യോഗത്തിന് പോകില്ല, കൂട്ടായ്മ യോഗത്തിന് പോകില്ല. ദൈവമക്കളുടെ സംസർഗം അവർക്കില്ല. അങ്ങനെയുള്ളവർ വളരെ വേഗം പിന്മാറ്റത്തിലേക്ക് പോകും. വിശ്വാസം തന്നെ അവർ പുറത്തേക്ക് പോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിന്റെ ചതിയിൽപ്പെടാതിരിക്കുവാനായിട്ട് ദൈവം കരുതി വച്ചിരിക്കുന്ന മാർഗങ്ങളിലൊന്ന് സഹവിശ്വാസികളുടെ പ്രോത്സാഹനമാണ്, പ്രബോധനമാണ്.
അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ പ്രോത്സാഹനമാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് കൂട്ടാക്കാത്തതായിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനുള്ളതായിരിക്കുന്ന, അതായത് രക്ഷിക്കപ്പെട്ടപ്പോൾ അവന്റെ പാപങ്ങളെല്ലാം പരിഹരിച്ചു കിട്ടി. പക്ഷെ അതിനുശേഷം അവനെ വന്നു ചേരുന്നതായിരിക്കുന്ന ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് വേറെ മാർഗമില്ല. അതുകൊണ്ട് ലേഖനം 3:13 പറയുന്ന പോലെ നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുകയും അതുപോലെ തന്നെ പാപത്തിന്റെ ചതിയിൽപ്പെടാതിരിക്കേണ്ടതിന് വിശുദ്ധന്മാരുടെ സംസർഗം നാം നിരന്തരമായി പ്രാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നാലാമത് ദൈവം വെച്ചിരിക്കുന്ന മാർഗങ്ങളിലൊന്ന് കർത്താവിന്റെ മേശയാണ്. കർത്താവിന്റെ മേശയും നമ്മുടെ സ്വയപരിശോധനയും. അത് കർത്താവ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു, പലരും രോഗികളായി തീരുകയും ചിലർ ബലഹീനരായി തീരുകയും പിന്നാലെ ചിലർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവത്താഴത്തിൽ അയോഗ്യമായി പങ്കെടുക്കുന്നത് കൊണ്ട് കർത്താവിന്റെ രക്തം സംബന്ധിച്ചും ശരീരം സംബന്ധിച്ചും കുറ്റക്കാരായി തീരുന്നു. തിന്നുന്നത് അപ്പമാണെങ്കിലും കുറ്റക്കാരായി തീരുന്നത് അപ്പം സംബന്ധിച്ചല്ല, ശരീരം സംബന്ധിച്ചാണ്. കാരണം ആ അപ്പം ശരീരത്തെ പ്രദാനം ചെയ്യുന്ന അപ്പമാണ്. എന്നാൽ എല്ലാ ആഴ്ചയും തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നതായിരിക്കുന്ന ഒരു വിശ്വാസിക്ക് അവൻ ആഴ്ചയിലെ അവന്റെ ജീവിതത്തെ കുറിച്ചൊന്ന് പരിശോധനയൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. ദൈവസന്നിധിയിൽ അവനെ കുറ്റക്കാരനാകാതിരിക്കാനായിട്ട് എന്താണ് അവനെ പരിശോധിക്കേണ്ട രണ്ട് പ്രധാന കാരണം. ഒന്ന്, ഞാൻ കർത്താവുമായുള്ള നല്ല സൗഹൃദത്തിലാണോ? രണ്ട്, ഞാൻ ദൈവജനവുമായുള്ള നല്ല സൗഹൃദത്തിലാണോ? ഈ രണ്ട് കാര്യങ്ങൾ സഭയുടെ ഒരു ഭാഗം എന്ന നിലയിൽ ഞാൻ സജീവമായ കൂട്ടായ്മയിലാണ്. കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിലും ഞാൻ സജീവമായിരിക്കുന്ന കൂട്ടായ്മയിലാണ്. അത് അംഗീകരിച്ചുകൊണ്ട് കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് കർത്താവ് നമുക്ക് അത് ശുദ്ധീകരണവും നമുക്ക് സൗഖ്യവും ഒക്കെ നൽകുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ മേശ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാണ്. സ്വയം വിധിച്ചാലെന്ന നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ നാം മറ്റുള്ളവരോട് കൂടെ വിധിക്കപ്പെടുകയില്ല. അപ്പൊ നമ്മെ തന്നെ വിധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ചെയ്തികളെയും നാം അത് കൂലങ്കഷമായി തന്നെ നാം അതിനെ പരിശോധിക്കേണ്ട ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഏതെങ്കിലും പ്രവൃത്തി എന്റെ കർത്താവിന് ഇഷ്ടമില്ലാത്തതുണ്ടോ? എന്റെ കർത്താവിന്റെ ശരീരത്തിന് യോഗ്യമല്ലാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? സഭയെ അപമാനിക്കുന്ന എന്തെങ്കിലും കൃത്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? കൊരിന്ത്യയിലെ വിശ്വാസികൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തിരുന്നു. ചിലരെ ഇല്ലാത്തവരെ ലജ്ജിപ്പിച്ചു. അത് വളരെ ഗൗരവമായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കർത്താവ് കണ്ടത്. ചിലരെ അയോഗ്യമായിട്ട് മേശയിൽ പങ്കെടുത്തു, സുബോധമില്ലാതെ പങ്കെടുത്തു. അതൊക്കെ വളരെ ഗൗരവമായ കുറ്റമായിട്ട് കാണുകയും അതിനുള്ളതായിരിക്കുന്ന ശിക്ഷ കർത്താവ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഒരു മനുഷ്യൻ ഇതെല്ലാം നന്നായിട്ട് ചെയ്ത് അവനെ മറ്റുള്ളവരുമായുള്ള ബന്ധമൊക്കെ സുതാര്യമാക്കി പാപങ്ങൾ ഏറ്റുപറയേണ്ടതൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അവന്റെ വർത്തമാനകാല പാപത്തിനുള്ളതായിരിക്കുന്ന പരിഹാരം വളരെ സാധ്യമാണ്. ആറാമത് കർത്താവ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് സഭയുടെ അച്ചടക്കമാണ്. സഭയുടെ അച്ചടക്കം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള ഭാഗത്ത് വളരെ മോശമായിരിക്കുന്ന ജീവിതശൈലി പുലർത്തി വന്നതായിരിക്കുന്ന ആ കൊരിന്തിലെ ഒരു മനുഷ്യൻ തന്റെ അപ്പൻ 2ാമത് വിവാഹം കഴിച്ചതായിരിക്കുന്ന സ്ത്രീയെ തന്റെ ഭാര്യയായി സൂക്ഷിച്ച ഒരു മനുഷ്യൻ. അവനെ സംബന്ധിച്ച് ദൈവത്തിന്റെ കോപം വളരെയധികമാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ സഭയായിട്ട് അതേക്കുറിച്ച് അനുദപിക്കുകയോ ആ മനുഷ്യന്റെ മേൽ അച്ചടക്ക നടപടികൾ എടുക്കുകയോ ചെയ്തില്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അത് അവന് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നശിച്ചു പോകാതിരിക്കാൻ അവസാനമായിട്ട് പറഞ്ഞു, അച്ചടക്ക നടപടി എടുക്കണം. അവന്റെ ജഡം സംഹരിക്കപ്പെടേണ്ടതിന്, ഈ പാപം ചെയ്യുവാനായിട്ട് അവനെ പ്രലോഭിപ്പിച്ചതായിരിക്കുന്ന പാപ സ്വഭാവവും ആ ശരീരവും ദൈവം നശിപ്പിച്ചു കളയേണ്ടതിന് വേണ്ടി അവനെ സാത്താനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും അവൻ മാനസാന്തരപ്പെട്ടതായിട്ടാണ് നമുക്ക് സൂചന. കാരണം 2 കൊരിന്ത്യർ പൗലോസ് എഴുതിയപ്പോൾ 2-ാം അധ്യായത്തില് അതെ അവൻ അതിദുഃഖത്താൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, സഭയുടെ അച്ചടക്കം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും സഭയുടെ അച്ചടക്കത്തിന് വിധേയമാവില്ല. അവരുടെ എന്തെങ്കിലും ചെയ്തികളെ സഭയിലെ സഹോദരന്മാരാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വളരെ കോപിഷ്ഠരാകുകയും അവരോട് വഴക്കിടുകയും അല്ലെങ്കിൽ ഞാൻ ഈ സഭയിലേക്ക് ഇല്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്നതായിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതൊക്കെ വളരെ തെറ്റായിരിക്കുന്ന പ്രതികരണമാണ്. നമ്മൾ ചെയ്യാത്തൊരു കുറ്റമാണെങ്കിൽ ഒരാൾ അങ്ങനെ ഒരു കുറ്റം സൗകര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ശരി സൗര ചൂണ്ടിക്കാണിച്ചതിന് നന്ദി. ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവസന്നിധി പരിശോധിക്കുന്നതാണ്. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളും എന്നോടുകൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ അറിയാതെ വല്ല തെറ്റും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്, ദൈവം അത് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്ററിഞ്ഞോ അറിയാതെ വന്നിട്ടുണ്ടോ, എനിക്കത് ബോധ്യമാക്കി തരണമേ എന്ന് പറയുന്ന ഒരു വിശ്വാസി
അത് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ്. എന്നാൽ മറിച്ച് എന്ന് പറഞ്ഞതായിരിക്കുന്ന വിശ്വാസിയോട് കോപിക്കുകയും കയർക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കുന്ന ഒരാള് അവന് പാപത്തിന്റെ അധീനതയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഏഴാമതായിട്ട് പറയുന്നത് അനുദിനമുള്ള ഏറ്റുപറച്ചിലാണ്. യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനായിരിക്കുന്ന മഹാപുരോഹിതനാണ്, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്നതാണ്. ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു രക്ഷാമാർഗമായിട്ടാണ് വെച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ പ്രമാണമായിരിക്കുന്ന രക്ഷയ്ക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഈ യാഗങ്ങൾ വെച്ചിരുന്നത്. ഒരു യഹൂദൻ വിശ്വാസി അവനെ ഒരു തെറ്റ് ചെയ്തു എന്ന് കണ്ടാൽ അവനെ ഒരു ആടിനെയോ ഒരാട്ടിൻകുട്ടിയോ ഒരു പശുവിനെയോ എന്തിനെങ്കിലും അവൻ കൊണ്ടുവരും യാഗം കഴിക്കാൻ. ആ മൃഗത്തിന്റെ മേൽ അവൻ കൈവച്ചിട്ട് അവന്റെ പാപം ഏറ്റു പറഞ്ഞ് അവൻ തന്നെ ആ കത്തി കൊണ്ട് ആ മൃഗത്തെ അറക്കുന്നതാണ്. അറക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രസ്താവന എന്താണ്? ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ തന്നെയാണ് മരിക്കേണ്ടത്. എന്നാൽ ഈ പാവപ്പെട്ട മൃഗം എന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പൊ മരിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ഒരു വിമോചനം നമുക്ക് കിട്ടുകയില്ലെങ്കിലും താൽക്കാലികമായി ചെയ്തു പോയ പാപത്തിന് അത് ദൈവം ക്ഷമ നൽകുന്നതാണ്. ദൈവത്തിന്റെ കുഞ്ഞാട് ആത്യന്തികമായി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് കാൽവരി ക്രൂശിൽ വന്നു. ആ കർത്താവിന്റെ മരണമാണ് നമ്മുടെ പാപങ്ങൾക്കെല്ലാം ഉള്ളതായിരിക്കുന്ന പരിഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അനുദിനമുള്ളതായിരിക്കുന്ന ഏറ്റുപറച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാതിരുന്നു എന്ന് പറഞ്ഞു ഒരു പാപം ചെയ്തുവെങ്കിലും കർത്താവുണ്ട്, അത് മാത്രം പോരാ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, ഒരു കണ്ടീഷനാണ് അവിടെ ഏറ്റുപറയുന്നുവെങ്കിൽ. അതുകൊണ്ട് ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെ ഒരു ഭാഗം തന്നെയാണ്. വീണ്ടെടുപ്പിന്റെ വേല കർത്താവ് ചെയ്തു. പക്ഷേ ആ വേല തുടർമാനമായി നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ളതായിരിക്കുന്ന ഒരു ഏറ്റുപറച്ചിലുണ്ട്. അല്ലാതെ നാം ഒരിക്കലും കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ജീവിച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് എങ്ങും എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ പാപങ്ങളിൽ തന്നെ നാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ 8-ാമതായിട്ട് പറയുമ്പോൾ പരസ്പരമുള്ള ഏറ്റുപറച്ചില്. യാക്കോബ് തന്റെ ലേഖനത്തിൽ അതേക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് സൗഖ്യം വരേണ്ടതിന് അന്യോന്യം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയാൻ പറഞ്ഞു. പാപം ചെയ്യുന്നതിനും അതിന്റെ ശിക്ഷയായിട്ട് രോഗങ്ങൾ വരും. അങ്ങനെ പാപം ചെയ്തതിൽ മിക്കവാറും പാപപ്രവൃത്തികൾ ഒന്നിൽ കൂടുതൽ ആളുകള് ഇടപെടുമല്ലോ. അങ്ങനെയുള്ളതായിരിക്കുന്ന പാപപ്രവൃത്തികള് നാം തനിയെ പോയിരുന്ന് ഏറ്റു പറഞ്ഞാൽ ശരിയാവില്ല. ആ പാപപ്രവൃത്തി പങ്കാളിയായി തീർന്ന ആളും ഒരുമിച്ച് മൂപ്പന്മാരുടെ അടുക്കൽ വരണമെന്നാ പറഞ്ഞത്. നിങ്ങൾ ഒരുവൻ രോഗിയാകുന്നുവെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ. ആ മൂപ്പന്മാരുടെ സന്നിധിയിൽ വെച്ച് നിങ്ങളെ പാപങ്ങൾ ഏറ്റു പറയട്ടെ. എന്നിട്ട് ദൈവത്തോട് യാചിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ഗുണം ചെയ്യും. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുമെന്നാണ്. നിങ്ങളുടെ രോഗങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങൾക്ക് വിമോചനം തരും, നിങ്ങൾക്ക് രക്ഷ തരും. അപ്പൊ പരസ്പരമുള്ളതായിരിക്കുന്ന ഈ ഏറ്റുപറച്ചിലും പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലത്ത് അത് ചെയ്യാറില്ല. ഇന്നത്തെ കാലത്ത് അത് ചെയ്യുന്നവർ തന്നെ അങ്ങ് പറയും കർത്താവ് തെറ്റിപ്പോയി ക്ഷമിക്കണമേ എന്ന്. അത് കർത്താവ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നാ പറയുന്നത്. തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളൊരു സമ്മതമല്ല. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിനക്കറിയാമല്ലോ ഞാൻ തെറ്റിപ്പോയിട്ടുണ്ടോ ഇല്ലയോ, നീ അങ്ങ് ക്ഷമിച്ചേക്കണേ എന്ന്. അതുകൊണ്ടൊന്നും നമുക്ക് ക്ഷമ കിട്ടുകയില്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അതല്ല. അതുകൊണ്ടാണ് നാം വ്യക്തിപരമായി ചെയ്തതായിരിക്കുന്ന പാപങ്ങളാണ് നാം അങ്ങനെ ഏറ്റു പറയുന്നത്. പക്ഷെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടതായിരിക്കുന്ന പാപങ്ങൾ പോക്കുകയില്ലാതെ. ഇപ്പൊ സാമ്പത്തിക ക്രമക്കേടാണ്. ഒരാൾ വാങ്ങി എന്നാൽ തിരിച്ചു കൊടുത്തില്ല, വാങ്ങി എന്നുള്ള കാര്യം പോലും നിഷേധിക്കുന്നു, കാശ് തിരിച്ചു ചോദിച്ചപ്പോ പൊട്ടിത്തെറിക്കുന്നു. അവസാനം അവർ തമ്മിൽ പ്രശ്നമാകുന്നു. പരിഹരിക്കാനായിട്ട് സഭയിലെ മൂപ്പന്മാരുടെ മുൻപിൽ റിപ്പോർട്ടിനും ഹാജരാകേണ്ടതാണ്. വാങ്ങിയയാളും മറ്റേ ആളും അവരുടെ തെറ്റുകളെ കുറിച്ച് ഏറ്റു പറയേണ്ടത് ആവശ്യമാണ്. കാരണം വാങ്ങിയ ആള് തീർച്ചയായിട്ടും ഇത് കൊടുക്കാതിരുന്നു എന്നുള്ള തെറ്റാണ്. കൊടുത്തയാളാകട്ടെ പണത്തിന്റെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയല്ല. അത് രാജ്യത്തിന്റെ നിയമപ്രകാരമുള്ളതാണ്. ആർക്കെങ്കിലും കടം കൊടുത്താൽ രാജ്യത്തിന്റെ നിയമപ്രകാരം കടപ്പത്രമൊക്കെ എഴുതി അതിന്റെ വ്യവസ്ഥ അനുസരിച്ചൊക്കെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെയൊന്നും അല്ലാതെ കൊടുക്കുകയും പലിശ അങ്ങനെയൊന്നും അല്ലാതെ വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നീതിക്ക് വിരുദ്ധമായിട്ടുള്ള കാരണങ്ങളാണ്. അപ്പോൾ അതൊക്കെ മൂപ്പന്മാരുടെ സാന്നിധ്യത്തിൽ ഏറ്റു പറഞ്ഞ് അത് പരിഹരിക്കപ്പെടേണ്ടതായിരിക്കുന്ന കുറ്റങ്ങളാണ്. അതുപോലെ രണ്ടുപേരെ ശാരീരികമായ പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തുവെങ്കിൽ ഒരാള് രണ്ടുപേരും ദൈവസന്നിധി ചെന്ന് അവരവരുടേതായ രീതിയിൽ കർത്താവെ ക്ഷമിക്കണം, ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ക്ഷമിച്ചു കിട്ടുകയില്ല. കാരണം രണ്ട് ശരീരങ്ങളിലെ പാപത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദൈവം ഏറ്റവും വെറുക്കുന്നതായിരിക്കുന്ന പാപമാണത്. അത് ദൈവസന്നിധിയിൽ വന്ന് രണ്ടുപേരും അവരുടെ കുറ്റങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അന്യോന്യം ഒരാൾക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇയ്യോബിന് 3 സ്നേഹിതന്മാർ വന്ന് ഇയ്യോബിനെ ഒരുപാട് കുറ്റം പറഞ്ഞു. ഇയ്യോബ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് പറഞ്ഞു. ഇയ്യോബിനെ ഒരു മഹാഭാവിയായിട്ട് ചിത്രീകരിച്ചു.
യോബ് അവർക്കെതിരെ ഒന്നും പാപം ചെയ്തില്ല. കാരണം ദൈവത്തിനെതിരെ യോബ് ചെയ്തില്ല. ദൈവം യോബിനെ കുറിച്ച് പറഞ്ഞ് എന്നെ കുറിച്ച് വിഹിതമായി യോബ് സംസാരിച്ചതുപോലെ നിങ്ങൾ വിഹിതമായി സംസാരിച്ചില്ലെന്നാണ്. യോബ് അവിവേകം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. ദൈവം നോക്കിയാലും എന്റെ ജീവിതത്തിൽ തെറ്റില്ലെന്ന് നീതീകരിക്കുകയുള്ളൂ എന്നൊക്കെ യോബ് കുറച്ച് സ്വയനീതിയൊക്കെ പറഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിൽ യോബ് പാപം ചെയ്തില്ല. അവസാനം ദൈവം എന്താ പറഞ്ഞത്? യോബിന് 3 സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിക്കണം. പക്ഷെ അതിനു മുമ്പ് 3 സ്നേഹിതന്മാർ യാഗത്തിനുള്ള മൃഗങ്ങളെ കൊണ്ടുവരണം. അത് അവരുടെ ഏറ്റുപറച്ചിലാണ്. യോബിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾ അവിവേകം സംസാരിച്ചു പോയി എന്ന് പറഞ്ഞ് അവരുടെ കൈ മൃഗത്തിന് മേൽ വെച്ച് അവർ മൃഗത്തെ കൊന്ന് അവരുടെ പാപം ഏറ്റു പറയണം. അതിനുശേഷം യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്ന? ഇവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് യോബിന്റെ ഹൃദയത്തിൽ ഒരുപാട് വേദനയുണ്ടായി. യോബിന് അവരോട് വിരോധമുണ്ടായി. യോബ് ദൈവസന്നിധിയിൽ അവരെ കുറിച്ച് വളരെ മോശമായി ചിന്തിച്ചു കാണും. എന്നെ ഇത്രമാത്രം ഉപദ്രവിച്ചു, ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്ന്. അപ്പോ ആ ബിറ്റർനെസ്, ആ കയ്പുള്ളതായിരിക്കുന്ന, പകയുള്ളതായിരിക്കുന്ന ആ മനോഭാവം യോബ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞു കാണും. ദൈവമേ, ഇവരെ എന്നെ മുഷിപ്പിച്ചപ്പോ, എന്നെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ ഉണ്ടായ കോപം, എനിക്ക് പകരം ചെയ്യണമെന്നുള്ള എന്റെ ആഗ്രഹം, അതൊക്കെ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അന്യോന്യം അവർ പ്രാർത്ഥിച്ചപ്പോഴാണ് യോബിന് സൗഖ്യം വന്നതെന്നാ പറയുന്നത്. യോബിനുടനെ സൗഖ്യം വന്നു. ഒരു ശരീരം കുഞ്ഞുങ്ങളുടെ ശരീരം പോലെയായി തീർന്നു. അത് വളരെ നല്ലതായിരിക്കും, നടപടിക്രമമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ പല വിശ്വാസികളും ഇതൊന്നും സ്വീകരിക്കുന്നില്ല, ഇതൊന്നും അവര് ചെയ്യുന്നതുമില്ല. പിന്നെ 9ാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് കർത്താവിന്റെ ശിക്ഷണമാണ്. കർത്താവിന്റെ ശിക്ഷണം. ഒരപ്പൻ തന്റെ മകനെ ശിക്ഷിക്കുന്നത് പോലെ കർത്താവ് തന്റെ മക്കളെ ശിക്ഷിക്കുന്നു. വെറുതെ ശിക്ഷിക്കുകയില്ലല്ലോ. സ്നേഹം കാണിക്കാനാണ് ശിക്ഷയെങ്കിൽ തെറ്റ് ചെയ്യുമ്പോഴാണ് ശിക്ഷിക്കുന്നത്. ഇബ്രാലേഖനം 12ാം അധ്യായത്തിന്റെ 6 മുതൽ 13 വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ ചോദിക്കുന്നുണ്ട്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം. ദൈവത്തിന്റെ പ്രമാണമാണ്. സ്നേഹിക്കുന്ന അപ്പനാണ് മക്കളെ ശിക്ഷിക്കുന്നത്. ശിക്ഷിക്കാത്ത അപ്പന്മാർ മക്കളെ സ്നേഹിക്കുന്നില്ല. കാരണം അതിനുള്ള ശിക്ഷ, പാപത്തിന്റെ ശമ്പളം ശിക്ഷയാണ്. ദൈവം ഇടപെടുന്നതിന് മുമ്പ് മാതാപിതാക്കൾ തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് ദൈവത്തിന്റെ ശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യം വരുമില്ല. അതുകൊണ്ട് അവരത് ചെയ്യണം. അപ്പോ അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കർത്താവിന്റെ ശിക്ഷണം കർത്താവ് തരുമെന്നാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ദോഷികളായ നിങ്ങളുടെ മക്കളെ ഇതുവരെ ശിക്ഷിക്കുന്നെങ്കിൽ ദുർഗത്തിനായ ദൈവം തന്റെ മക്കൾക്ക് എത്രയധികം ശിക്ഷ കൊടുക്കും. ആ ശിക്ഷയെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ഇത് നമ്മുടെ രക്ഷയ്ക്കുള്ളതായിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ ഒരു ഭാഗമാണിത്. അതായത് നാം രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്യുന്നതായിരിക്കുന്ന പാപങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന മാർഗങ്ങളൊന്നാണ്. അത് ഏറ്റവും അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന 10ാമതായിട്ട് നമ്മുടെ പ്രത്യാശയാണ്. നമ്മുടെ പ്രത്യാശ, ഈ പ്രത്യാശയുള്ളവനെല്ലാം തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 3:3 പറഞ്ഞിരിക്കുന്നു. അത് നാം ആരായിത്തീരുമെന്ന് നാം അറിയുന്നില്ല, എന്നാൽ കർത്താവിനെ കാണുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരും എന്ന് പറഞ്ഞിട്ട് ഈ പ്രത്യാശയുള്ളവരെല്ലാം അവനെ തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. തന്നെ തന്നെ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം എന്ന് പറയുന്നത്, അത് ലഭിക്കുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെ ഭാഗമാണ്. എൻ്റെ കർത്താവ് വരുമെന്നും എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും ഞാൻ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തികളും കർത്താവിന്റെ മുന്നിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടതാണെന്നും എനിക്കുള്ള ബോധം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കും. കർത്താവ് പറഞ്ഞു പോയതായിരിക്കും തെറ്റുകൾ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാതെ ഞാൻ ആരോടാണ് പറഞ്ഞ അവരുടെ അടുക്ക് പോയി, സഹോദര എന്നോട് ക്ഷമിക്കണം, സഹോദരി എന്നോട് ക്ഷമിക്കണം, ഉപയോഗം ഞാൻ സംസാരിച്ചു പോയി, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ മനഃപൂർവ്വം എന്നോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ കർത്താവിന്റെ നാളിൽ ഞാൻ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കണം. ഭർത്താക്കന്മാര് ഭാര്യമാരോട് ഒരുപാട് ക്ഷമ ചോദിക്കേണ്ടതായിട്ട് വരും, ഭാര്യമാര് ഭർത്താക്കന്മാരോടും. കാരണം പല ഭാര്യമാരും ഭർത്താക്കന്മാരും ഇടപെടുന്നത് ഈ ദൈവത്തിന്റെ ന്യായ ദിവസം കണക്ക് കൊടുക്കണമെന്നുള്ളതായിരിക്കുന്ന ബോധം കൊണ്ടുമല്ല. എന്തൊക്കെയാ ഭാര്യമാരെ വിളിക്കുന്നത്, എന്തൊക്കെയാ ഭാര്യമാരോട് പ്രവർത്തിക്കുന്നത്, അവരെ അപമാനിക്കുന്നത്, അവരെ ദുഃഖിപ്പിക്കുന്നത്, ഇതിനൊന്നും കണക്ക് കൊടുക്കണ്ടേ? ഇതിനൊക്കെ കണക്ക് കൊടുക്കണം. ഏറ്റവും വലിയ കണക്ക് കൊടുക്കൽ അവിടെയാണ് ഞാൻ വിചാരിക്കുന്നത്, കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഭാര്യയുടെ ചെന്ന് ഞാൻ നിന്നോട് ചെയ്തു പോയുള്ള അപരാധങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്റെ സംസാരം നിനക്ക് മുറിവേറ്റിട്ടുണ്ട് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണമേ. ന്യായ ദിവസത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കണക്ക് കൊടുക്കുവാൻ എനിക്ക് വിഷയത്തെക്കുറിച്ച് താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ പിന്നെ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും അന്യോന്യം ഓരോ ദിവസവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇല്ല നിങ്ങൾക്ക് നല്ല സുതാര്യമായ കുടുംബജീവിതമാണ് എങ്കിൽ അങ്ങനെ ഏറ്റു പറയേണ്ട ആവശ്യമില്ല. ചെയ്യാത്ത കുറ്റം ഏറ്റു പറയാൻ ഒക്കില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ദൈവം ഇങ്ങനെ 10 മാർഗങ്ങൾ നമുക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഭാഗമായിട്ട്. നമ്മുടെ പ്രവർത്തനം കൊണ്ടൊന്നും അല്ല വീണ്ടെടുപ്പ്.
നിത്യനരകത്തിൽ നിന്ന് നിത്യസ്വർഗത്തിലേക്കുള്ള വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ബലിയിൽ നമുക്കുള്ള വിശ്വാസം മാത്രമാണ്, വേറൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഭാവപ്രശ്നം ചെയ്യുന്നില്ല. പിന്നെയും നാം ഭാവികളായിരിക്കുന്നു. എന്തെല്ലാം തെറ്റുകളും എന്തെല്ലാം കുറ്റങ്ങളുമാണ് പിന്നെയും നമുക്കുള്ളത്. ആ കുറ്റങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് നമ്മെ ബാലശിക്ഷയിൽ കൂടെ കടത്തിവിട്ട് നമ്മെ ശിക്ഷിക്കുവാനായിട്ട് ഇടയാകുന്നതാണ്. എന്നാൽ ഈ 10 മാർഗങ്ങൾ നാം ഉപയോഗിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ബാലശിക്ഷകൾ നമുക്ക് ആവശ്യമില്ലാതെ വരും. നാം അനുദപിക്കാത്തപ്പോഴാണ് അടി തരുന്നത്. അടി കൊള്ളുമ്പോഴാണ് പല കുഞ്ഞുങ്ങളും അയ്യോ ഞാൻ ചെയ്യുകയില്ല, തെറ്റിപ്പോയിട്ട് അടി മമ്മി എന്ന് പറയുന്നത്. അടിയില്ലെങ്കിൽ ഒക്കുമില്ല ചിലർക്ക്. എന്നാൽ സുബോധമുള്ളതായിരിക്കുന്ന കുഞ്ഞുങ്ങള് അവര് പിടിക്കപ്പെടുന്നതിന് മുമ്പ് ചെന്ന് തെറ്റേറ്റ് പറയും. സുസാന വെസ്ലി എന്ന് പറഞ്ഞ മഹതിയായിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ മക്കളാണ് വെസ്ലി സഹോദരന്മാര്, 8-9 പേര്. എല്ലാവരെയും ദൈവം അതിശയകരമായിട്ട് ഉപയോഗിച്ചു. അപ്പോ മിസ്സസ് വെസ്ലി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ഒരു പാഠം വരെ പഠിപ്പിച്ചിരുന്നു. നിങ്ങളുടെ കുറ്റം ഞാൻ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ കുറ്റത്തെ കുറിച്ച് ഏറ്റു പറഞ്ഞാൽ നിങ്ങളെ ശിക്ഷിക്കുകയില്ല. മമ്മി ഞാനൊരു ഗ്ലാസ് പൊട്ടിച്ചു, ഗ്ലാസ് പൊട്ടിച്ചാലും പറഞ്ഞില്ല, പൊട്ടിയ ഗ്ലാസിന്റെ മുറികളൊക്കെ കൊണ്ട് കളയുകയും ചെയ്തു. പക്ഷേ കുറ്റബോധം വന്നു. അമ്മ ഗ്ലാസ്സിൽ നോക്കി പുറണം കുറവുണ്ട്, ആരുടെ ഗ്ലാസ് എടുത്തത്, എവിടെയാ ഗ്ലാസ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ഗ്ലാസ് പൊട്ടിച്ചു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ എടുക്കരുത് എന്നോട് പറഞ്ഞ് അമ്മ ചെയ്യുന്നതായിരിക്കുന്ന കാൻഡി ബാർ ഞാൻ എടുത്തത് എന്നോട് ക്ഷമിക്കണമേ. അല്ലെങ്കിൽ ഞാനൊരു കുട്ടിയോട് വഴക്ക് കെട്ടി എന്നോടത് ക്ഷമിക്കണം എന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ തെറ്റുകള് കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും അവരേറ്റു പറയുന്നുവെങ്കിൽ കർത്താവ് നമ്മെ ശിക്ഷിക്കേണ്ടതായിട്ട് വരുന്നില്ല. പ്രിയമുള്ളവരെ, ഇതൊക്കെ ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന പ്രമാണങ്ങളാണ്. പലപ്പോഴും രക്ഷിക്കപ്പെട്ടു, യേശു എന്റെ പാപം വരെ നീക്കിക്കളഞ്ഞു, പിന്നെ ഞാൻ പാപം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൊട്ടകൾ നിറച്ച് പാപം. നമുക്ക് ഈ കുംഭസാരം എന്നൊരു പരിപാടി ഇല്ലല്ലോ. മറ്റേ കുംഭസാരമുള്ളിടത്ത് ഒരു ഗുണമുണ്ട്, അതിന് ഭജനപ്രകാരം ഗുണമുണ്ടോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മാനസികമായ ഒരു ഗുണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ആഴ്ചയും കൊട്ട നിറച്ച് പാപം കൊണ്ടുവന്ന് പുരോഹിതന് മുൻപിൽ നമുക്ക് ഏറ്റു പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോരാം, MT കൊട്ടയുമായിട്ട് പോരാം. പിന്നെ അടുത്ത ആഴ്ച ചെല്ലുമ്പോഴത്തേക്ക് അത് നിറഞ്ഞെങ്കിൽ വീണ്ടും കൊണ്ടുപോകുക. നമുക്ക് അങ്ങനെ ഒക്കില്ല. നമ്മുടെ പാപങ്ങൾ എങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ക്യുമുലേറ്റീവായിട്ട് വെച്ചിട്ട് ഒരു ദിവസം കൊണ്ടുവന്ന് ആ പരിപാടി നമുക്കില്ല. നാം പാപം ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റു പറയണം. നമ്മൾ തെറ്റ് വരുന്ന സമയത്ത് തന്നെ നാം അത് അംഗീകരിച്ച് നാം ഏറ്റു പറയേണ്ടത് ആവശ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് അതെ മോചനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വീണ്ടെടുപ്പിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഒരു വലിയ പ്രമാണമാണ്. കേട്ടോ സഹോദരന്മാരെ എന്നെ കേൾക്കുന്നവരെ, വീണ്ടെടുപ്പിന്റെ പ്രമാണം ഒരു വലിയ പ്രമാണമാണ്. ദൈവത്തിന് മുൻപാകെ നാം നീതിമാന്മാരായി നിൽക്കുവാനും കർത്താവിന്റെ വരവെങ്കിൽ നീതിമാന്മാർ എടുക്കപ്പെടുവാനും തക്കവണ്ണം കർത്താവിന്റെ കാൽവരിയിലെ വീണ്ടെടുപ്പാണ് ആധാരം. അതിൽ ആധാരപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ നാം രക്ഷിക്കപ്പെടുന്ന ആ ദിവസം വരെ ചെയ്തു പോയതായിരിക്കുന്ന പാപങ്ങൾ മാത്രമല്ല, ഇതിനുശേഷം വരുന്ന ഒറ്റപ്പെട്ട ഇതുപോലെയുള്ള പാപങ്ങള്, എന്തോരു പാപങ്ങളാണ് വിശ്വാസികൾ ചെയ്യുന്നത്. ഇപ്പൊ കുരുന്തലേഖനം തന്നെ വായിച്ചു നോക്കി അറിയാം. കുരുന്തല വിശ്വാസികൾ എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്തിരുന്നു. എന്തിനെ അവിടെയൊക്കെ പോകണ്ട, നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. രക്ഷിക്കപ്പെട്ട ശേഷമുള്ള ഓരോ ദിവസത്തെ ജീവിതം നിങ്ങളത് പരിശോധിച്ച് നോക്കിയാൽ എന്തെല്ലാം കുറവുകൾ ആ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ രക്ഷയുടെ ഉപദേശം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരു പാപി പിന്നെ പാപം ചെയ്താൽ എങ്ങനെയാണ് എന്ന് അനേകർ ചോദിക്കാറുണ്ട്. എൻ്റെ ബ്രദറെ, ഞാൻ രക്ഷിക്കപ്പെടുന്നത് മനസ്സിലായി, കർത്താവിനും ഭരണത്തിൽ വിശ്വസിച്ചു. പക്ഷെ രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ പാപം ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുവാനുള്ളതായിരിക്കുന്ന 10 വഴികളാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഈ 10 വഴികളും സഫലകരമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ബലിയുമായി ബന്ധപ്പെട്ടതാണ് ഈ 10 വഴികളും. പക്ഷെ അത് നാം അന്വേഷിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്, നാം ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യമാണ്. കാൽവരിയിലെ മരണം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതാണ്, നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതല്ല. എന്നാൽ അതിനുശേഷമുള്ള നമ്മുടെ രക്ഷ കർത്താവ് തന്നെയാണ് നമ്മെ രക്ഷിക്കുന്നത്. പാപം ബോധിക്കുന്ന കർത്താവാണ്. പക്ഷെ അതിന് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അവ ഏറ്റുപറയുന്നുവെങ്കിൽ ഇതിന് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അന്യോന്യം പൊറുത്താൽ, ഒരുവനോട് ഒരു വഴക്കുണ്ടായാൽ അന്യോന്യം പൊറുത്താൽ, അതൊക്കെ ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥകൾ ലംഘിച്ച് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് രക്ഷയുടേതായിരിക്കുന്ന വഴികൾ എത്ര വലുതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. എന്റെ കർത്താവ് ഭാവിയായി എന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം കാലൂരിലെ ക്രൂശിൽ എനിക്ക് പകരക്കാരനായിട്ട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിലെന്റെ വീണ്ടെടുപ്പ് പൂർണ്ണമായി. ഭാവിയായി എന്നെ എന്നേക്കും ഒരു ദൈവത്തിന് പൈതലാക്കി. പക്ഷേ അതിനുശേഷം എത്ര തെറ്റുകളും കുറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്.
പലപ്പോഴും സാത്താൻ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ദൈവവേദനാകാൻ രക്ഷയ്ക്ക് സാധ്യതയില്ല, നീ രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല കുഞ്ഞെ, ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ പാപം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് എന്ത് ക്ഷമ പ്രാപിക്കുവാൻ കൊണ്ട് കഴിയുമോ? ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, യേശുവിന്റെ സകല പാപവും പോക്ക് ശുദ്ധീകരിക്കുന്നു, രക്ഷിക്കപ്പെടുന്ന വരെയുള്ള പാപം അതിന് ശേഷമുള്ള പാപവും പോക്ക് ശുദ്ധീകരിക്കുന്നു നാം ഏറ്റു പറയുന്നുവെങ്കിൽ, അതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ക്ഷമ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയും. അത് വളരെ മഹത്തരമായിരിക്കുന്നതാണ്. എന്റെ സഹോദരന്മാർ ഞാൻ ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് എന്നെ ശാസിക്കും, ബ്രദർ ചെയ്ത് ഒട്ടും ശരിയായില്ല, ബ്രദറെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയി, ഇനി മേലെ ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറയാനുള്ളതായിരിക്കുന്ന ആ ഒരു മാനസിക അവസ്ഥ എനിക്ക് താഴ്മയും വിനയും എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് വീണ്ടെടുപ്പിന്റെ വേല പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന പ്രവർത്തികൾ ഇതാണ്. എന്നാൽ ഒരു പാപി എന്ന നിലയിൽ എന്റെ പാപങ്ങൾ മോചിച്ച് ഒരു ദൈവവേദനായി എന്നെ പ്രഖ്യാപിക്കുവാനായിട്ട് ഈ പറഞ്ഞ ഒന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാലുകളിലെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുകയും ആ കർത്താവിനെ ഏറ്റുപറയുകയും ചെയ്താൽ ദൈവം എന്നെ ഒരു ദൈവവേദനായി പ്രഖ്യാപിക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് നരകത്തിന്റെ പ്രശ്നം തീർന്നു വന്നേ ഉള്ളൂ, മറ്റു പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞപ്പോ അവരുടെ പാവങ്ങൾക്ക് വേണ്ടി ഒന്നും ഇനി അവരോട് ചോദിക്കില്ലെന്നല്ല. അതുകൊണ്ട് ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധി, ന്യായവിധിയില്ല, ജഡ്ജ്മെന്റ് ഇല്ല, നിത്യ നരകം എന്ന് പറഞ്ഞ ഇഷ്യൂ അങ്ങ് മാറിപ്പോയി. പക്ഷെ ഞാൻ പറയാം, നിത്യ നരകം എന്ന് പറഞ്ഞ ഇഷ്യൂ മാറിപ്പോയെങ്കിലും ദൈവത്തിന്റെ മകൻ എന്ന നിലയിൽ ഞാൻ അരുതാത്ത് ചെയ്യുമ്പോൾ ദൈവം എന്നോട് കോപിക്കുന്നതും ദൈവം എന്നെ ശിക്ഷിക്കുന്നതും അത് നരകമല്ല എങ്കിലും വളരെ വേദന നിറഞ്ഞൊരു അനുഭവമാണ്, വളരെ വേദന നിറഞ്ഞ അനുഭവമാണ്. ഞാൻ തെറ്റുകൾ ചെയ്യുമ്പോൾ എൻ്റെ പുത്രത്വം, എൻ്റെ പിതാവിന്റെ പുത്രത്വവും നഷ്ടപ്പെടുന്നില്ല. എൻ്റെ അമ്മേനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ അപ്പന്റെയും അമ്മയുടെയും മകനായി തീർന്നു. അതിനെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. നീ എൻ്റെ മകനല്ലെന്ന് അപ്പനും അമ്മയും എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പല തെറ്റുകൾ അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ അവർ വിളിക്കുന്ന മകനെ നീ എന്തുകൊണ്ട് ഇത് ചെയ്തു, മകനെ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. അതിന് അപ്പച്ചന്റെ കയ്യിൽ നിന്ന് 2 അടി കിട്ടി, അല്ലെങ്കിൽ 3 അടി കിട്ടി. അപ്പച്ചനോട് ഇനിമേൽ ചെയ്യുകയില്ല, ചെയ്ത് ക്ഷമിക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ആശ്വാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്. ഞാൻ എൻ്റെ അപ്പന്റെ മകനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എൻ്റെ തെറ്റുകൾക്ക് എൻ്റെ അപ്പൻ എന്നെ ശിക്ഷിച്ചു എന്നുള്ളതാണ്. ഞാനൊരു സഭയുടെ അംഗമാണ്, സഹോദരനാണ്, അവിടെയുള്ള വിശ്വാസികൾക്ക് സഹോദരനാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സഹോദരന്മാർ എന്നെ ശാസിക്കുന്നു, എന്നെ തിരുത്തുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു സഭയുടെ ആടാണ്, എനിക്ക് അവിടെ ഇടയന്മാരുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? എൻ്റെ മൂപ്പന്മാര്, എൻ്റെ ഇടയന്മാര് എന്നെ ശാസിക്കുന്നു, എന്നെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ വീണ്ടെടുപ്പിന്റെ അനുഭവം തുടർമാനമായിട്ട് അനുഭവിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുകയും നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും നീതീകരിക്കാതെ, പാപത്തെ നീതീകരിക്കരുത്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണല്ലോ ശുഭം വരുന്നത്. അങ്ങനെ ഒരു ജീവിതം ബന്ധാവിലേക്ക് നമുക്ക് എല്ലാവർക്കും വരാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. ദൈവം തന്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചമല്ലേ, കാൽവറി ബലിയാൽ ഒരുക്കപ്പെട്ടതായിരിക്കുന്ന വീണ്ടെടുപ്പാണ് നമുക്കുള്ളത്. എന്നാൽ ആ വീണ്ടെടുപ്പിന്റെ യാഥാർത്ഥ്യം തുടർമാനമായി അനുഭവിക്കുവാനായിട്ട് നമുക്ക് തുടർമാനമായ പാപക്ഷമ ആവശ്യമാണ്, തുടർമാനമായ ശുദ്ധീകരണം ആവശ്യമാണ്. അത് വീണ്ടെടുപ്പ് തുടർമാനമായിട്ടല്ല ഒരിക്കൽ നടക്കുന്നതാണ്. എന്നാൽ വീണ്ടെടുപ്പിന്റെ മഹത്വം, വീണ്ടെടുപ്പിന്റെ അനുഭവം തുടർമാനമായി അനുഭവിക്കേണ്ടതാണ്. ജനനം ഒരിക്കൽ നടക്കുന്നതാണെങ്കിലും പുത്രത്വത്തിന്റെ അനുഭവങ്ങൾ തുടർമാനമായി ഉണ്ടാകേണ്ടതാണ് എന്ന് പറയുന്ന പോലെ, പ്രിയമുള്ളവരെ, ദൈവം ഈ വചനങ്ങളെ നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. കർത്താവ് കൂടുതൽ ആളുകൾ ഇത് കേൾക്കുവാൻ അവരെ കൂട്ടി വരുത്തിട്ട് ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ നീതീകരിക്കരുത്. ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടവരുമായിട്ട് ഏറ്റുപറയുക. എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലുള്ളതായിരിക്കുന്ന പാപക്ഷമ നിങ്ങൾ പൂർണ്ണമായി അവകാശപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.